കേറാൻ പോകുന്ന സമയത്താണ് ശരിക്കും ഈ പോലീസ് ജീപ്പ് വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. വരുന്നു, വിളിക്കുന്നു, പോകുന്നു, ഇങ്ങനായിരുന്നു. അപ്പൊ അയ്യോ എന്നാ ഞങ്ങളെ കൂടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വന്ന കുടുംബക്കാര് തന്നെ തിരിച്ചങ്ങ് പോയി. അങ്ങനെ കുടുംബക്കാര് തന്നെ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ട്. ആ ഒരു സമയങ്ങളിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഫീലായിരുന്നു. ഒരു 1-1.5 ആഴ്ച എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് ഇതുപോലെ മോർഫിങ്ങിന്റെ കേസ് ഇതുപോലെ വന്നു. ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ തന്നെയാണോ എന്ന് ചിന്തിക്കരുത്. കാരണം നമുക്കറിയാമല്ലോ, ഒന്നുമില്ല, പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ താഴെ പായലും അതുപോലൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ള അതേ പരിഗണന തന്നെ നമുക്കും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദിലീപേട്ടൻ അഭിനയിച്ച ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രത്തിൽ അഭിനയിച്ചു. 2 ദിവസം ഷൂട്ട് ചെയ്തു. പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ കാവ്യ വിളിച്ചു. കാവ്യ പറഞ്ഞു ദിലീപേട്ടൻ്റെ നമ്പർ തരാം, നേരിട്ട് തന്നെ വിളിച്ചു. അതിനെന്താ കുഴപ്പമില്ല, ഫ്രീ ആണെങ്കിൽ വരും. ആരാധിച്ചിരുന്നു. കാരണം എൻ്റെ അപ്പൂപ്പൻ്റെ ഈ ബാലയെ കാണാൻ പറയും, സൈക്കിളില് പോവായിരുന്നു പറയും പരിപാടി കാണാൻ. ഈ ബാലയെ കാണാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും ആ സമയത്ത്. അപ്പൊ അപ്പൂപ്പനെ ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു. എന്നുള്ള കഥാപാത്രം വരെ ചോദിക്കും. അപ്പൊ അത്രയും അതെ അതെ. അപ്പൊ അതൊക്കെ നമുക്കൊരു അവാർഡാണത്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് നർത്തകിയായും നടിയായിട്ടും ഒക്കെ ആ പദങ്ങളാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശാലു മേനോൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ 2 വാക്കുകൾക്കും അല്ലെ, ഒന്നാമത് മലയാളികൾക്ക് കലാകാരന്മാരും കലാകാരികളും പറഞ്ഞാൽ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെട്ട പദങ്ങളാണ്. ആ പദങ്ങൾ അലങ്കരിക്കുമ്പോൾ അത്രത്തോളം അല്ലെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനങ്ങളും തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അങ്ങനെ ഏകദേശം ഒരു 20 വർഷത്തോളം ഈ 2 പദങ്ങളും അലങ്കരിച്ച് ഭംഗിയായിട്ട് പോയിരുന്ന ഒരു യാത്രയാണ്. അതിനൊപ്പം തന്നെ കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിലേക്കുള്ള ലെവൽ കൂടിയുണ്ട് അല്ലെ. ഇന്ന് കഥ പറഞ്ഞു തുടങ്ങുമ്പോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് കൂടിയാണ് ഇരിക്കുന്നത് അല്ലെ. കാരണം എത്ര നാള് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറ്റിയൊരു സ്ഥലം കൂടിയാണ്. തീർച്ചയായിട്ടും ഇവിടെയാണ് എല്ലാം. എങ്ങനെ പോകുന്നു? എന്റെ ജീവിതം വരെ ഇവിടെയാണ്. ജീവിതമേ ഇതാണ്. എപ്പോഴും പലപ്പോഴും നമുക്ക് ജീവിതം തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ. അപ്രതീക്ഷിതമായിട്ടുള്ളതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കുറേയും കൂടിയും ഇതിന് അർത്ഥമുണ്ട്, കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കുറേയും കൂടിയും കൂടുതൽ ആർട്ടിസ്റ്റ് ആണെന്ന് പറയും. സ്ട്രഗിൾ എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നം പോവും. അത് 20 വർഷക്കാലമായിട്ട് എത്തി നിൽക്കുമ്പോഴും ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ഒരുപാട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഉണ്ട്, കുറേ അഭിമുഖീകരിച്ചിട്ടുള്ള ആളല്ലേ. അതെ. പക്ഷേ ഈ ഒരു കലാരംഗത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു ഡാൻസർ, എൻ്റെ നൃത്ത വിദ്യാലയം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് മറ്റുള്ള ഒരു ഫീൽഡിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഇതല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ഇതൊക്കെ ലൈഫിൽ നമുക്കൊരു ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കല മറ്റുള്ളവരെ കൂടി നമുക്കുള്ള കഴിവുകൾ നമ്മൾ നമ്മുടെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അറിയാവുന്ന അത്രയും പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഈ കല എന്നുള്ളത് നമ്മൾ ഇഷ്ടപ്പെട്ട് അതേ ആ ഒരു പാഷനോട് കൂടി തന്നെ ഒരു പാഷൻ പ്രൊഫഷൻ ആക്കാന്ന് പറയുമ്പോൾ അതിൽ തുടർന്ന് ജീവിക്കുകയാണ്. അതെ. എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. കാരണം എൻ്റെ മുത്തച്ഛൻ തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷ മേനോൻ കേരളത്തിൽ ബാലെ എന്നുള്ള കലാരൂപം മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പം ഫെലോഷിപ്പ് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കുടുംബത്തിൽ ഞാൻ 4 വയസ്സ് തൊട്ട്, അപ്പം അപ്പൂപ്പനായിട്ടാണ് എന്നെ നൃത്തം പഠിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പം അന്ന് തൊട്ട് ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും 64 ഇയേഴ്സ് 64 വർഷമായിട്ട് ഈ ജെ കേരള എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. അതിപ്പോഴും ഇപ്പം അപ്പൂപ്പൻ വന്നു, അപ്പൂപ്പൻ്റെ മകൾ അമ്മ, പിന്നെ ഇപ്പം ഞാൻ, അങ്ങനെ ഞങ്ങളിലൂടെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നിർത്തരുത്, നമ്മുടെ ആയുസ് എത്തുന്നിടം വരെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അതിന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും നല്ല സഫലീകരണമാണ്. ഇന്ന് അത് 6 ബ്രാഞ്ചുകളിലായിട്ട് ഏകദേശം എത്രത്തോളം വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ? ഒരു 750-800 കുട്ടികളോളം ഉണ്ട് ഇപ്പോൾ എല്ലാ ബ്രാഞ്ചിലും കൂടെ. എല്ലായിടത്തും ഓടി എത്തുന്നുണ്ടോ? എല്ലായിടത്തും ഞാൻ ഓടി എത്തും. അതിന് ഞാൻ സമയം കണ്ടെത്തും. എല്ലാ സാറ്റർഡേ സൺഡേയും ഞാൻ എല്ലായിടത്തും എത്തും. ഈ ഒരേ സമയം മലയാളികള് ദേവിയായിട്ടും യക്ഷിയായിട്ടും കണ്ട മുഖമാണ് അല്ലെ. ഈ 2 സാന്നിധ്യത്തിനും 2 അപ്പിയറൻസിനും അത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം എന്നുള്ള കൂടിയുണ്ട് അല്ലെ. എപ്പോഴും ഒരു ആക്ടർ എന്നുള്ളത്
ശബ്ദവും ആ ഭാവത്തിനൊപ്പം തന്നെ ആ ശരീരത്തിന് കൂടി അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ള രീതിയിലേക്കാണ് ഒരു അപ്പിയറൻസ്, ഒരു ലുക്ക് വേണമല്ലോ എന്ത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഉണ്ടെന്നുള്ളത്. അതെ അതെ. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് സീരിയൽ ചെയ്യുന്നത് ഒരു യക്ഷിയുടെ ക്യാരക്ടറായിട്ടാണ് സീരിയലിൽ തുടങ്ങുന്നത്. അത് ഏഷ്യാനെറ്റിലായിരുന്നു. അപ്പം ആ സീരിയൽ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് വന്നത് ഈ പറഞ്ഞ ഒരു പുരാണപരമായ ദേവി, ഒരു പാർവതി ദേവി അല്ലെങ്കിൽ ലക്ഷ്മി, അങ്ങനത്തെ ഒരു 1-2 സീരിയൽസ് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം പിന്നെ ഓൾറെഡി അല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ്, പിന്നെ നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താണ് ഒരു ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതാണ് ആ സമയത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് വേഷങ്ങൾ ചെയ്യാൻ പറ്റി. ശരിക്കും ഇത്തരം വേഷങ്ങൾ കിട്ടുന്നത് അപൂർവമാണ് അല്ലെ? അപൂർവമായിട്ടാണ്. കാരണം ഇവിടെ അഭിനയത്തിനൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഫിസിക്കൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊരു ഡാൻസർ എന്ന നിലയിൽ എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് ശരിക്കും? ഡാൻസർ എന്നുള്ള ഈ ക്യാരക്ടർ ഇങ്ങനെ വേഷങ്ങൾ ചെയ്യാം. ഡാൻസർ എന്നുള്ള നിലയിൽ ഇപ്പൊ നമ്മള് പ്രോഗ്രാംസ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഈ ദേവിമാരുടെ അല്ലെങ്കിൽ ശിവന്റെ ഇങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. മീൻസ് ഡാൻസ് ഡ്രാമയായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇന്ന ക്യാരക്ടർ ഇപ്പൊ പാർവതിയായിട്ട് ആ ഒരു ലുക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ വിളിക്കുന്നത്. അത് ശരിക്കും ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഡാൻസർ എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പിന്നെ പെർഫോമൻസ് വൈസ് നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമലി ഉള്ള സാധാ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിലും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ നടത്തങ്ങള്, നോട്ടങ്ങള്, സംസാര രീതികളൊക്കെ ഒരു ദൈവികമായിട്ടുള്ള ഒരു കുറച്ച് ടഫാ അത്. അപ്പൊ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. കൂടെയുള്ള ഈ കലയോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടൊരു വിശ്വാസം ഉള്ളതാണ് ഈ കൂടെയുള്ളവരെയും കൂടി അല്ലെ? എപ്പോഴും ഒരു 2 വാക്കല്ലാതെ മറുവാക്കില്ലാതെ കൂടെയുള്ള അത്രത്തോളം അമിതമായി വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആ വിശ്വാസങ്ങളിൽ തന്നെ തെറ്റു പറ്റിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഒരു കലാകാരി എന്നുള്ള വ്യക്തി നിലയിലും അല്ലെ? സോ മാറിപ്പോയോ എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ സ്വയം ജീവിതം ഇത്തരം സൗഹൃദങ്ങളിലൊക്കെ? തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുള്ള കാര്യം, ഞാൻ അമിതമായി എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു കുറെ കാലങ്ങൾക്ക് മുന്നേ. ഇപ്പം മാറി. കാരണം അത് നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ നമ്മൾ അധികം ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ നമുക്ക് ആ ഒരു പാഠം നമ്മൾ പഠിച്ചതോടുകൂടി ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഏത് രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ അറിയാം. അപ്പം ഇപ്പൊ അതനുസരിച്ചാണ് ഞാൻ എന്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. ഒരു ജീവിതം സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം കാലഘട്ടത്തിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പല രീതിയിലേക്കുള്ള വാർത്തകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. സോ ഒരു രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്തകളിലൂടെയും ഒക്കെ നമ്മളൊരു കഥാപാത്രമായിട്ട് മാറേണ്ടി വരുന്നു എന്നുള്ളത്. എവിടെയാണ് ഈ ഒരു ധൈര്യം കൂടെ നിന്നത്? ഒപ്പം ഉള്ളവരാണോ അല്ലെങ്കിൽ അവനവൻ തന്നെ? ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എനിക്കൊരു ഭയങ്കര ശക്തി ദൈവത്തിന്റെ അടുത്തുനിന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ അമ്മൂമ്മ. ആ സമയത്ത് എൻ്റെ അമ്മൂമ്മയും ഞങ്ങൾ 3 സ്ത്രീകൾ മാത്രമുള്ളൊരു കുടുംബമായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ അമ്മൂമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സ്റ്റുഡൻസിന്റെ പേരൻസും. ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കാൻ. പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളെ ഉണ്ടായിരുന്നു. അത്രയ്ക്കൊപ്പം നിൽക്കാൻ ഒരുപാട് എണ്ണൊന്നും വേണ്ട. ആത്മാർത്ഥയോടെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം വേണമെന്നുള്ളത്. ശരിക്കും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അഭിനേത്രിയായിട്ടും നർത്തകിയായിട്ടും എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ഒപ്പം ഒരു മലയാളികൾ തിരയുന്നത് അതിനപ്പുറത്തേക്കുള്ള നമ്മൾ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സെർച്ച് ലിസ്റ്റിലോട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് പോകുമ്പോൾ ഒരു ആക്ട്രസ് എന്ന നിലയിലും ഒരു ഡാൻസർ എന്ന നിലയിലും ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊരു കാലഘട്ടം കൂടിയാണത് അല്ലെ? ശരിക്കും ഇതിൽ ശരിക്കും പിന്നീട് അതിനോട് ഒരു പ്രതികരിക്കാനോ എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ എപ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നതൊക്കെ എന്തുകൊണ്ടായിരുന്നു അത് തോന്നുന്നത്? ശരിക്കും ഇതിന്റെ ആ ഒരു സമയങ്ങളിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാൾ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു ഇതൊന്നും ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഫീലായിരുന്നു. ഒരു 1-1.5 ആഴ്ച എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ശക്തി ഉണ്ടായിരുന്നു, എവിടുന്നോ ഒരു ശക്തി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ അത്രയും ദിവസം ഞാനത് കടന്നുപോയി. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ വന്ന് പല സ്ഥലങ്ങളിലും എന്നെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ഇപ്പം ഓഫേഴ്സ് ആണെങ്കിലും സീരിയൽ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതിന്റെ പേരിൽ പല സ്ഥലത്തും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ജയിലിൽ കിടന്ന ആളെയൊക്കെയാണ് സീരിയൽ അഭിനയിപ്പിക്കുന്നത്. ആ ഒരു ടോക്ക് വരാൻ ഇതൊക്കെ ഞാൻ ഓൾറെഡി കേൾക്കുന്ന കാര്യം, എനിക്ക് തെളിവുണ്ട്. കാരണം ഇത് മറ്റുള്ളവർ പറഞ്ഞല്ല, ഞാൻ കേട്ടോണ്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച്.
പിന്നെ ഞാനീ പറഞ്ഞില്ലേ, പിന്നെ എനിക്ക് സ്വയം ഒരു ഇതുണ്ടായിരുന്നു, ഒരിക്കലും ഒരു കലാകാരിയെ ഒരിക്കലും നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല, സത്യസന്ധമായിട്ടുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ. എന്നെ സംബന്ധിച്ച് എനിക്കറിയായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. പിന്നെ പേരുദോഷം വന്നു. അപ്പം അതിന്റെ പുറത്ത് ഞാൻ എന്തിനാ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ ഒരു തൊഴിൽ കയ്യിലുണ്ട്, നല്ലൊരു തൊഴിൽ, നല്ലൊരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപികയാണ്, സ്വന്തമായി പെർഫോം ചെയ്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ധൈര്യത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. നമ്മൾ പലപ്പോഴും ഈ അഭിനേത്രിയാകുമ്പോൾ വേഷങ്ങളിലൂടെ പല രീതിയിലേക്ക് നമ്മൾ കാണാത്ത കേട്ടുകേൾവി മാത്രമുള്ള രംഗങ്ങളിലൂടെ പോകേണ്ടി വരും അല്ലെ, വേഷങ്ങളിലൂടെ പോകേണ്ടി വരും. പക്ഷെ ഒരു ജയിൽ ജീവിതം എന്നുള്ളത് നമ്മൾ വിദൂര സാധ്യതയിൽ പോലും ഒരിക്കൽ പോലും കാണാത്തതാണ് അല്ലെ. നമ്മൾ സിനിമയിലൂടെ മാത്രമേ, പക്ഷെ വേഷങ്ങളിലൂടെ മാത്രമായിരിക്കും സാധ്യത. അവിടെ വരുന്നത് ഇതിങ്ങനെ ജീവിച്ചു തീർക്കണു, നമ്മൾ കണ്ട സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതോ അതിന് അപ്പുറത്തേക്കൊരു നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ഇതേ അല്ല ആക്ച്വലി. അങ്ങനെയുള്ള ഒന്നും ഇല്ല സിനിമയിൽ നമ്മൾ കാണുന്ന. അവരെ ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോ സിനിമയിൽ കാണുമ്പോൾ അവരെ അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവം. പക്ഷെ ഇത് അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല ജയിലിൽ. പിന്നെ എന്താണ്, നമുക്ക് പലതരത്തിലുള്ള സ്വഭാവമുള്ള പലതരത്തിലുള്ള ആൾക്കാരെ അവിടെ കാണാൻ പറ്റി, എന്നെ സംബന്ധിച്ച് കാണാൻ പറ്റി. പിന്നെ പലരുടെ വിഷമങ്ങൾ അതിനകത്ത് നമ്മള് നേരിട്ട് കണ്ടു. 49 ദിവസം ജയിലിലായിരുന്നു. ഒന്നുമില്ല, പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ താഴെ പായലും അതുപോലൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ള അതേ പരിഗണന തന്നെ നമുക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറയില്ലേ, കുറേ അവിടെയുള്ള എൻ്റെ കൂടെ തന്നെ, പിന്നെ എനിക്കൊരു ചെറിയത് ഉണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ കൂടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേർക്കൊപ്പം അല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പൊ ആ അമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിത അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലത്തെ ഒരു ഇതായിരുന്നു എൻ്റെ കൂടെ. അപ്പം കാരണം അവരുടെ വെറുതെ എന്തോ ഒരു ഇതുപോലെ ഒരു അലിഗേഷന്റെ പുറത്ത് അവർ ജയിലിൽ വന്നതാ. എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടിയിട്ട് ഒരു കുറഞ്ഞത് 3-4 വർഷമായിട്ട് അമ്മ ആ ജയിലിൽ കിടക്കുക. അവരെ കിട്ടിയിട്ട്, കാരണം മോന് നാളെ വരും, മറ്റന്നാൾ വരും, ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടുവരാൻ വരും എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. ഫോൺ വരും, അമ്മയ്ക്ക് ഫോൺ വരും, ഞാൻ ഇങ്ങനെ വരും, അമ്മ നാളെ വരും. അങ്ങനെ ഇവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല. 3 വർഷമായി. ഞാൻ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നാളെ വരും കേട്ടോ, എൻ്റെ മോൻ വിളിക്കാൻ വരും. അയ്യോ, അതൊക്കെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ അവർക്ക് വേണ്ട, ആ അമ്മ അവർക്ക് വേണ്ടായില്ലേ. പിന്നെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് അത് അമ്മ അറിയുന്നില്ല. അങ്ങനെ ഉള്ള കുറെ പേരുണ്ട് അവിടെ. അപ്രതീക്ഷിതമാണ് എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പറയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പഠിച്ചൊരു പാഠമുണ്ടെന്നുള്ളത്. ശരിക്കും ഈ 49 ദിവസം എന്നുള്ളത് ഇപ്പൊ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അന്ന് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലെ. അതിൽ നിന്ന് ഉൾക്കൊണ്ടത് എന്തായിരുന്നു ശരിക്കും ഉൾക്കൊണ്ട പാഠം? അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ട പാഠം ഇതായിരുന്നു, നമ്മള് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ അധികം ആരെയും വിശ്വസിക്കരുത്. പിന്നെ രണ്ടാമത്, നമ്മള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ടതല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ മുന്നോട്ട് പോവാം. അതാണ് ഞാൻ പഠിച്ചൊരു പാഠം. ശരിക്കും ഈ കർമ്മ എന്നൊന്നുണ്ട് എന്ന് പറയും അല്ലെ. ശരിക്കും നമുക്കൊപ്പം ചെയ്തവർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തവർക്ക് തിരിച്ച് വരും എന്നുള്ളത്. ഈ ഒറ്റപ്പെടുത്തിയവരൊക്കെ പിന്നീട് വന്നു, ഇപ്പോഴും വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഈ ജയിലിൽ പോകുന്ന സമയങ്ങളിൽ എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇത്ര കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ആ ഒരു പ്രശ്നം. എൻ്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഈ അറസ്റ്റ് ചെയ്യുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കേസിൽ. കാരണം എൻ്റെ കൂടെ എൻ്റെ പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മീഡിയാസ് മൊത്തം ഉണ്ടായിരുന്നു ഈ സമയത്ത്. ചെറിയ റൂമർ കേട്ടു, അതിൻ്റെ ഭാഗത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുന്നു, ഞാൻ അവർക്ക് ചായ കൊടുക്കുന്നു, നമ്മുടെ മീഡിയാസിലുള്ള എല്ലാവർക്കും ഞാൻ ചെയ്യാറുണ്ട്. അത്ര ക്ലോസ് ആയിരുന്നു അവരൊക്കെ ആയിട്ട്. അപ്പോഴും ഈ അറസ്റ്റ് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എൻ്റെ കുടുംബത്തിലുള്ള 1-2 പേര് അവിടെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറാൻ പോകുന്ന സമയത്താണ് ശരിക്കും ഈ പോലീസ് ജീപ്പ് വരുന്നതും. എല്ലാം പെട്ടെന്നായിരുന്നല്ലോ, വരുന്നു, വിളിക്കുന്നു, പോകുന്നു, ഇങ്ങനായിരുന്നു. അപ്പം ഇവര് വന്ന് കയറിയവര് ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ ഉള്ള, അതും പറഞ്ഞത് മീഡിയാസിനോട് തന്നെ പറഞ്ഞു, അയ്യോ ഫാമിലിയാണെന്ന് അവരോട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട്. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ പോലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നാൽ ഞങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വന്ന കുടുംബക്കാർ തന്നെ തിരിച്ചങ്ങ് പോയി. അങ്ങനെ കുടുംബക്കാർ തന്നെ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ അമ്മയും, ഞാൻ ജയിലിൽ പോയ സമയത്ത് അമ്മയും അമ്മുമ്മയും അമ്മയുടെ ആങ്ങളെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പേരൻസും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ അവരെ അമ്മയുടെ അടുത്ത് വരുമായിരുന്നു സംസാരിക്കാനും ഒക്കെ ആയിട്ട്. അല്ലാതെ ഒറ്റ കുടുംബക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ജയിലിലൊക്കെ നിന്ന് ഇറങ്ങി വന്ന് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോയി, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടെ പഴയതിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വന്നപ്പോൾ
ഈ പേടിച്ച് വന്നവരൊക്കെ ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാനും അതനുസരിച്ച് നമുക്കും പ്രശ്നമൊന്നുമില്ല, നമ്മൾ സംസാരിക്കുന്നു, അങ്ങനെ പോകുന്നു. ഈ മനസ്സിലെ ഇപ്പൊ മനസ്സിലായി ആരൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്, ഒരു ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഒപ്പമുള്ളവർ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുന്ന തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിലെത്തിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. ഈ ഭയങ്കരമായിട്ട് നമ്മൾ ചിലതൊക്കെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും ഈ മനസ്സിൽ കണ്ട ഈ കോറൽ ഇത് ഉണങ്ങാതെ അല്ലെ കെടുക്കുമെന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ആ സമയത്ത് അങ്ങനെ അനുഭവിച്ചു, എന്റെ ഗ്രഹപ്പഴ സമയത്ത് ഞാൻ അനുഭവിച്ചു, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അത് ഇങ്ങനെ അങ്ങനായി ഇനി അവർക്ക് അങ്ങനെയൊന്നുമില്ല, ഞാനത് മനസ്സിൽ അങ്ങ് വിട്ടു. ഈ ടെക്നോളജി എത്ര വളരുന്നു അത്രയും നല്ലതാണെന്ന് പറയും. ഈ നാണയത്തിന്റെ ഇരുവശം പോലെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നതിനപ്പുറത്ത് ചില മറുവശങ്ങൾ കൂടിയുണ്ട്. അത് അറിഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് അല്ലെ. പല രീതിയിലേക്ക് എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും, ഇപ്പൊ വീഡിയോ ആണെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ പോലും, മോർഫിക്കിന്റെ ആണെങ്കിൽ പോലും ബാക്ക് ടു ബാക്ക് എങ്ങനെയാണ് ഇത്രത്തോളം പ്രസംഗങ്ങൾ തരണേ ദൈവമേ എന്ന് എവിടെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഉള്ളൊരു ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ജീവിതം തന്നെ വേണമെങ്കിൽ ഒരു ബുക്കാക്കാം, കാരണം അതുപോലുള്ള കാര്യങ്ങളുണ്ട് തുടക്കം തൊട്ടുള്ള കാര്യം. അപ്പം അന്ന് ഇതുപോലെ മോർഫിങ്ങിന്റെ കേസ് ഇതുപോലെ വന്നു, ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ തന്നെയാണോ എന്ന് ചിന്തിക്കരുത്, കാരണം നമുക്കറിയാമല്ലോ. അപ്പം അതിങ്ങനെ വന്നു, ഈ പറഞ്ഞ പോലെ എന്നെ പക്ഷെ ആരും വിളിച്ച് ചോദിക്കല്ലോ, ഇങ്ങനെ അങ്ങനെയൊന്നും ആരും എന്നെ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞറിഞ്ഞു, ഞാനിത് കണ്ടു, ഓക്കെ, എൻ്റെ അല്ല, വിട്ടു. ഈ പല ആക്ടേഴ്സിന്റെ ആണെങ്കിൽ പോലും ഇതുപോലെ വരുന്നുണ്ട്. ശരിക്കും ഇത് ഇത്രത്തോളം സാധ്യതകളെ കുറിച്ച് അറിയും ചെയ്യാം. എന്തുകൊണ്ട് പിന്നെ ഇത്രത്തോളം ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇത്രത്തോളം എനിക്ക് തോന്നുന്നു അന്നത്തെ ഇത് 2009 എന്തോ ആ സമയം, അത് തന്നെ, ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ ഇത്രയും വലിയൊരു എന്താണ് രീതികൾ അന്നത്തെ രീതിയിൽ കുറച്ചും കൂടെ ഡെവലപ്മെന്റ് കുറവല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴല്ലേ കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പം ആ സമയത്തുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിങ്ങനത്തെ, അല്ലെങ്കിൽ ചിലത് കാണുമ്പോൾ ചിലപ്പോൾ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്നതും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. നവമാധ്യമങ്ങൾക്ക് അതിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് അന്ന് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമല്ല എന്നുള്ളത്. ഇത് ഒരുപക്ഷെ ഇതിന്റെ രണ്ട് വശങ്ങളും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഗുണം എന്ന് പറഞ്ഞ പോലെ അതിന് ദോഷവും ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഇത്ര സജീവമല്ലാത്തൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രാധാന്യം അത്രത്തോളം ഇല്ലാത്തൊരു കാലം ശരിക്കും ഇതൊരു കാരണമായിട്ടുണ്ടോ? ഇതൊരു ദോഷമാവാൻ എന്നുള്ള രീതിയിലേക്ക്, ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാതിരിക്കാൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർക്ക് മറ്റേ പണ്ടത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ അന്നത്തെ ആൾക്കാർക്ക് അത്രയും കാര്യങ്ങൾ അത്ര വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയല്ലോ കാര്യങ്ങളൊക്കെ. ഞാൻ എന്തായാലും നമ്മളൊരു സെഗ്മെന്റിലോട്ട് പോവാണ്, പറയാതെ വയ്യ. ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയും, അതിൽ എന്താണ് അതിനുള്ള പ്രതികരണം എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് പറയാം. അതാണ് സെഗ്മെന്റ്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോട്ടെ. സോ പറയാതെ വയ്യ, അലകൾ എന്ന ഹിറ്റ് പരമ്പരയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ചിപ്പി എന്ന ക്യാരക്ടർ പിൽക്കാലത്ത് ദോഷം ചെയ്തിരുന്നു? ഇല്ല. എവിടേക്ക് ഒരു ചിന്ത പോയോ? ഇല്ല. യെസ്. ആൻഡ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് സീരിയൽ അവസാനിപ്പിക്കാതെ വലിച്ചു നീട്ടുന്നത് ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്? തോന്നിയിട്ടില്ല. ഇല്ല. അതിന്റെ ആ പ്രതികരണം ഒറ്റ വാക്കിൽ തീർക്കണ്ട കേട്ടോ, വിശദീകരിക്കാല്ലേ. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂ സീരിയൽ ഇപ്പൊ ശരിക്കും 1500 അടുത്തു. അത് ഞങ്ങൾ ശരിക്കും ക്ലൈമാക്സിലോട്ടാണെന്ന് ചോദിച്ചാൽ ക്ലൈമാക്സിലോട്ട് ഇങ്ങനെ പോവാറായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഒരു 6 വർഷം ഞാൻ ആ സീരിയൽ ചെയ്യുന്നു. അപ്പൊ ഈ 6 വർഷം ഞാനും അതിലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടറും രണ്ടുപേരുമാണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ. ബാക്കി എല്ലാവരും ഇങ്ങനെ നായകനും നായികയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതിലെ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു പുനർചിന്ത പോകുന്നുണ്ടായിരുന്നോ അതിലേക്ക്? ഇത്രയും നീണ്ടു പോകുന്നു അല്ലെങ്കിൽ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. പിന്നെ കഥയുടെ ഓരോ സെക്കൻഡ് പാർട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പഴയ കഥയിൽ നിന്ന് വ്യത്യാസമാകുമ്പോഴത്തേക്കും എന്റെ ക്യാരക്ടർ തന്നെ ചെയ്യും. ഞാൻ ഭയങ്കര ഒരു ക്യാരക്ടർ, ഇപ്പൊ ഭയങ്കര നെഗറ്റീവ് ആയി. അപ്പൊ അങ്ങനെ അത് പെട്ടെന്ന് അത് കേൾക്കുമ്പോ ഒരു ഇത്, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിലോട്ടങ്ങ് നമ്മൾ സിങ്ക് ആയി. അങ്ങനെ സീരിയലുകളിൽ മുഖം കാണിച്ചത് കൊണ്ട് സിനിമയിൽ വിളിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെന്ന് തുറന്നു പറഞ്ഞ സംവിധായകരും സിനിമാക്കാരുമുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് ഞങ്ങൾ സിനിമയിൽ വിളിക്കാത്തതാണ്, അങ്ങനെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എവിടേക്കോ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയില്ല. കാരണം സീരിയൽ ചെയ്യുന്ന ഒത്തിരി പേര് സിനിമ ചെയ്യുന്നുള്ളവരുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും വിവാദ വിഷയങ്ങൾക്ക് ശേഷം ഇൻഡസ്ട്രിയിൽ ഒട്ടേറെ ഒഴിവാക്കലുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും വിധേയമായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്.
സ്റ്റിൽ ഓക്കെ. എന്തുകൊണ്ടാ ഇപ്പോഴും, അതായത് നേരത്തെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചില ഫംഗ്ഷനുകൾ വരുമ്പോൾ, ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളെ ഒഴിവാക്കാറുണ്ട്. എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലേ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ളൊരിതുണ്ട്. ആ ഒരു വ്യക്തത കൃത്യമായിട്ട് കിട്ടിയതല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണകൾ അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതേ രീതിയിൽ അല്ലെ ഒഴിവാക്കലുകൾ ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ. ഇപ്പോഴും ഒഴിവാക്കുന്നുണ്ട്. ഉണ്ട്. അത് ശരിക്കും ചിലർക്ക് നമ്മോട് സംസാരിക്കാൻ തന്നെ വലിയൊരു നമ്മളെന്തോ കുറ്റം ചെയ്തൊരു അത് സംസാരിക്കാൻ തന്നെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്. ആ കലാജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും അത് ഉണ്ട്, ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. സോ അതിനെ എങ്ങനെ നോക്കി കാണുന്ന ഒരു ഫീൽ എന്താ? അതിന്റെ ഫീൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇതുപോലെ, ഞാനപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും, ശരി നമുക്കറിയാമല്ലോ സത്യാവസ്ഥ, കുഴപ്പമില്ല പോട്ടെ എന്ന് തന്നെ വിടും. ഞാൻ എല്ലാം അങ്ങനെ തന്നെ വിടുന്ന ഒരാളാണ്. ഞാൻ അതിങ്ങനെ പിന്നെ ഓർത്തല്ലേ അവരോട് മിണ്ടില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും അങ്ങോട്ട് എന്നെ ഇപ്പൊ ഞാൻ ചിലർ കണ്ടാൽ പോലും ഞാൻ ചിരിക്കും, പക്ഷെ അവര് ചിരിക്കാറില്ല ചിലര് ഇപ്പോഴും ഉണ്ട്. അപ്പോഴും കുഴപ്പമില്ല പോട്ടെ, അവര് വിഷമമുണ്ട്, നമ്മൾ അതിലങ്ങ് ഒരു ചിരിയിലാണ് അതിന്റെ മറുപടി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഈ സീരിയലുകളിൽ എത്രത്തോളം എപ്പിസോഡുകൾ എന്ന് പറയുന്നു, എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് എന്നുള്ള രീതിയിലേക്ക് പല സീരിയലുകളും വേഷം ഉണ്ടാവും. അത്തരത്തിലൊന്നാണ് അലകൾ. എപ്പോഴും ഓർത്തു വെക്കാൻ ഇഷ്ടപ്പെടുന്ന ദൂരദർശനിലെ ഒരു തുടങ്ങി വെച്ച തീർച്ചയായിട്ടും. അതുമല്ല മലയാളക്കരയിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടും, ശാലുമൻ എന്നൊരു ആർട്ടിസ്റ്റിന് എത്രത്തോളം ആ ക്യാരക്ടർ ഇപ്പോഴും ജനങ്ങൾ ഓർത്തിരിക്കുന്നു. കാരണം ഞാനൊരു മുക്കുത്തി പെണ്ണായിരുന്നു അല്ലേ, അവള് പിന്നെ പഠിച്ച് ഒരു IAS ഓഫീസറാവും. അപ്പൊ ആ ഒരു ലെവൽ വരെ എത്തി. അപ്പം അത് ഇപ്പോഴും ആൾക്കാർ ഈ പേര് വരെ ചിപ്പി എന്നുള്ള കഥാപാത്രം വരെ ചോദിക്കും. അപ്പൊ അത്രയും അതെ അതെ. അപ്പൊ അതൊക്കെ നമുക്കൊരു അവാർഡാണത്. ശരിക്കും ഇത്രയും വേഷങ്ങൾ ചെയ്തു സീരിയലിലാണ് സിനിമകളിലാണെന്നുണ്ടെങ്കിലും ഡാൻസ് ആയി നിൽക്കുമ്പോഴും ശരിക്കും ഇപ്പോഴും ഓർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഉണ്ടാവും. അത്ര ചിപ്പിയെ കുറിച്ച് ചോദിക്കുമ്പോഴാണോ സന്തോഷം വരിക? ചിപ്പി എന്നുള്ള കഥാപാത്രം ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ജന്മം 1000 എപ്പിസോഡ് ആ സമയങ്ങളിൽ സൂര്യയിലുണ്ടായിരുന്ന അത് ഈ പറഞ്ഞ പോലെ, അത് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ വില്ലത്തി ആയിരുന്നു, കുറെ അനുഭവങ്ങളും കുറെ അടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അത് ഈ പറഞ്ഞൊരു അവാർഡ്, അത് ഇപ്പോഴും ജനങ്ങൾ പറയുന്ന ഒരു സീരിയലാണ്. അതെ. ശരിക്കും രണ്ട് നായകന്മാർ അല്ലെ അത്തരത്തിലായിരുന്നു. ശരിക്കും ഈ സ്വീകാര്യത ഇപ്പൊ പലതരത്തിലുള്ള കഥകളും വിശേഷങ്ങളും നമുക്ക് അതിനെ ആ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ കാണും അല്ലെ, ആ ഒരു ത്രെഡിന്. അന്ന് അത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടി ആയിരുന്നില്ല അല്ലെ. അത്തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഈ അഭിപ്രായങ്ങളും തുറന്നു പറച്ചിലുകളും എവിടെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ശരിക്കും ആ കഥയെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അന്നത്തെ ആ സമയത്ത്? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാവരും അടിപൊളി സീരിയൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും ഡാൻസ് സ്കൂളിലേക്ക് പിള്ളേരെ വിടാൻ മാതാപിതാക്കളെ അതിനുള്ള രീതിയിലേക്ക് എവിടേക്കോ മടിച്ചിരുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ഉണ്ടോ? മടിച്ചിരുന്ന് സ്കൂളിലോട്ട് വിടാൻ മടി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് കേസിന്റെ സമയത്ത്. അന്ന് പക്ഷെ ഓൾറെഡി മീഡിയയിലൊക്കെ വന്നിരുന്നു വെച്ചാൽ സ്കൂളെല്ലാം അടിച്ചു പൊട്ടിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തും ഞാൻ ജയിലിലായിരുന്ന സമയത്ത് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുള്ള അധ്യാപകരെ ഇവിടെ ഉള്ള എല്ലാ അധ്യാപകരും. അപ്പം അവരെല്ലാരും ഇപ്പോഴും ഉണ്ട്, അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജയിലിലെ സമയത്ത് അമ്മ കാണാൻ വരും, അപ്പോഴാണ് ഈ വിവരം. അപ്പം നമ്മൾ ഈ പത്രത്തിലല്ലേ അറിയുന്നത് അടിച്ചു പൊട്ടിച്ചത്. അപ്പം എന്നെ കാണാൻ വരുമ്പോൾ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ സമാധാനം ഒന്നുമായിട്ടില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് കുട്ടികൾ പോയിരുന്നു. കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. കേസിന്റെ വിഷയം വന്നപ്പോൾ കുറെ കുട്ടികൾ പോയി. പക്ഷെ ഞാൻ ഈ ജയിലിൽ പോയിട്ട് തിരിച്ച് വന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വന്ന ഒരാളാണ്. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ ക്ലാസ് എടുക്കാൻ ഒന്നും എനിക്ക് ഇല്ല. ഞാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഞാൻ വന്നു, ഇവിടെ ക്ലാസ് എടുക്കുന്നു. അപ്പം കുട്ടികളെ ഫേസ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ? എപ്പോഴും ഓർമ്മയുണ്ട്. എത്രത്തോളം ഞാൻ അങ്ങനെ ഞാൻ പഴയ ആളായിട്ട് തന്നെ തിരിച്ചു വന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടികളെ കാണുമ്പോൾ ഒരു ചമ്മലോ അങ്ങനെയൊന്നും ഉണ്ട്. പിള്ളേർ അതിലും ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഭയങ്കര അവർക്കും ശാൽ ടീച്ചർ തിരിച്ചു വന്നു എന്നുള്ള ഇതിലാണ് അവര് നിൽക്കുന്നതും. ഞാനും അതുപോലെ തന്നെയായിരുന്നു. വീഡിയോകളിൽ പലപ്പോഴും വരുന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചറാണ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇഷ്ടത്തോടു കൂടി ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഈ കുട്ടികളുമായിട്ടാണ്. അതെ, ക്ലാസ് എടുക്കുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവരോട് തന്നെ. അവരോട് കുറച്ച് സമയം ഇരിക്കും. അവർക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആവും. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഫ്രണ്ട്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ കുട്ടികളാ ഫ്രണ്ട്സ്. അത് ഭയങ്കര ഒരു എനർജി അവരുടെ. തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നല്ല വിനയായിട്ട് മാറിയിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ അതാണ് ഇപ്പൊ ഞാനത് പഠിച്ചല്ലോ. അതെ. സീരിയൽ അഭിനയ രംഗത്ത് കൂടെ പ്രവർത്തിക്കുന്നവരുടെയും തലക്കനവും പിന്തിരപ്പൻ സ്വഭാവങ്ങളും കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്.
എവിടെയെങ്കിലും ഒക്കെ ഒപ്പം നിന്ന്? ഇല്ല. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നു, ഞാൻ അവിടെ കാണുന്നു, നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെ കാണുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ സീൻ കഴിഞ്ഞ് ഞാൻ മാറിയിരുന്നു. എനിക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന എന്താണ് എല്ലാവരോടും ഇരുന്ന് ബഹളം, എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല, ഇങ്ങനെ ബഹളം വെക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതം അല്ല, എൻ്റെ സ്വഭാവ പ്രകൃതം അങ്ങനെ അല്ല. അപ്പം ഞാനിവിടെ വന്നിട്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. കാരണം ഞാൻ ഈ സ്കൂളിൻ്റെ കാര്യങ്ങളും എനിക്ക് എൻ്റെ പ്രോഗ്രാമിൻ്റെ കോറിയോഗ്രാഫി ഇതൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, ഇങ്ങനെ അങ്ങനെയുള്ള ഇതിൽ ആക്ടിവിറ്റീസിലായിരിക്കും ഞാൻ. അതുകൊണ്ട് എനിക്കിങ്ങനെ എല്ലാവരോടും സംസാരിക്കുക എല്ലാമാണ്. ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോയിരുന്ന് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. സൗഹൃദങ്ങൾക്ക് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ആളാണോ അല്ലെങ്കിൽ കൊടുത്തിരുന്നിട്ട് പിന്നീട് വേണ്ടെന്ന് വെച്ച ആളാണോ? സൗഹൃദം വളരെ കുറവുള്ള ഒരാളാണ്. പണ്ടും ആണ്. സൗഹൃദം എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ല എന്ന് തന്നെ സത്യസന്ധമായിട്ട് പറയാം. ഒന്നും കൂടി പറയാനില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികളും അവരുടെ പേരൻസ്, അമ്മ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമയില് ഒത്തിരി ഭാവന, കാവ്യ ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് മീൻസ് നല്ല കമ്പനി ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഫുൾ ടൈം വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇപ്പൊ സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷെ ഒരു മാസവും അതായിരിക്കും ഷൂട്ടിംഗ് അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ച മാത്രമായിരിക്കും. ഈ സീരിയൽ ഇത്രയും വർഷമായിട്ട് ഒരു കുടുംബം പോലെ മാറുന്നവരാണ്. നമ്മളെപ്പോഴും ഒരു സൗഹൃദത്തിന് അപ്പുറത്തേക്ക് എവിടേക്ക് നമ്മുടെ ഫാമിലി മെമ്പറാണ്. അത്തരത്തിലൊരു സൗഹൃദവും ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ശരിക്കും ആരുമായിട്ടാണ് കൂടുതലും? അങ്ങനെ ഞാൻ കൂടുതൽ സീരിയലല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം സീരിയലിനുള്ള ഇപ്പൊ 7 വർഷമായി ഈ സീരിയൽ ചെയ്യുന്നു. ഇതിലെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് രേഖ രതീഷ്, പുള്ളിക്കാരിയാണ്, രാജേച്ചിയാണ്. അപ്പൊ അത് കുറെ ആ ഒരു ബന്ധം നല്ല ഞങ്ങൾ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ അമ്മ എൻ്റെ കൂടെ വന്നില്ല പോലും എൻ്റെ ഒരു അമ്മയെന്നുള്ള ഒരു ഇതിലാണ് പുള്ളിക്കാരി എന്നെ നോക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഫോൺ ചെയ്യാട്ടെ അങ്ങനെയൊന്നും വല്ലപ്പോഴും മെസ്സേജ് അയക്കും, ചേച്ചി സുഖം, ചേച്ചി ഇങ്ങോട്ട് വിളിക്കും. എൻ്റെ ഫംഗ്ഷൻ ഈയിടെ സ്കൂൾ ആനുവൽ ഡേ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് രേച്ചേച്ചി വന്നിരുന്നു. അപ്പം അങ്ങനെയാണ്, അല്ലാതെ പിന്നെ അതിങ്ങനെ ത്രൂ ഔട്ടായിട്ട് അങ്ങനെ മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരാവശ്യം വരുമ്പോ രേച്ചേച്ചി ഇപ്പൊ വിളിച്ചാലും വരും, അങ്ങനത്തെ ഒരു ബന്ധം. സി കേരളത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഞാനിപ്പോ കുറച്ചായുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അതും ഈ പറഞ്ഞ പോലെ അതൊരു ഫാമിലി ഒരു കുടുംബത്തിലാണ് മൊത്തം കഥ നടക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ നല്ലൊരു സെറ്റാണ്. കാരണം ഒത്തിരി സീനിയർ ആൾക്കാര്, അതിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല പ്രൊഡക്ഷൻ, ഡയറക്ടർ കിച്ചുവേട്ടൻ, അതിന്റെ ഫുൾ ക്രൂവ്, ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട്. അവര് നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. യെസ്, അപ്പൊ പറയാതെ വയ്യ നമുക്ക് തുടരാം. സ്വന്തം സ്കൂളിന്റെ പരിപാടിക്ക് ദിലീപേട്ടൻ യാതൊരു പ്രതിഫലവും വാങ്ങാതെ വന്നത് ഒരു ശാലുമൻ എന്ന വ്യക്തിയുടെ ആ ഒരു കലാസ്നേഹം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. കാരണം ദിലീപേട്ടൻ ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപേട്ടനെ പരിചയപ്പെടുന്നതും. ഞാൻ ദിലീപേട്ടൻ അഭിനയിച്ച ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രത്തിൽ അഭിനയിച്ചു, 2 ദിവസം ഷൂട്ട് ചെയ്തു. പക്ഷെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല. എനിക്ക് ചില അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നു. പക്ഷെ എനിക്ക് ഷൂട്ടുമായി ബന്ധപ്പെട്ടോ മൊത്തത്തിൽ അവിടുത്തെ ഒരു സാഹചര്യം എനിക്ക് അത്ര അങ്ങോട്ടൊരു ആപ്റ്റായിട്ട് തോന്നിയില്ല, സിങ്ക് ആയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ അഭിനയിക്കാൻ വരുന്ന ഒരു സമയം കൂടായിരുന്നു. ഞാൻ അത് ശരിക്കും അവസരത്തിന് കാസ്റ്റ് ചെയ്തത് ദിലീപേട്ടന്റെ തരത്തിലൊരു വിഷമം ഉണ്ടായിരുന്നു ദിലീപേട്ടന് മുമ്പ്? എങ്ങനെ ദിലീപേട്ടൻ അത്തരത്തില് ഒരു വേഷം ചെയ്തു വന്നു ഷൂട്ടിന്റെ ഇടയ്ക്ക് വെച്ച്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദിലീപേട്ടന്റെ പടത്തിൽ. അങ്ങനെയാണ് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു, ആ സമയത്ത് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ദിലീപേട്ടന്റെ പടം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഗ്രഹം, നമ്മൾ അങ്ങനെ ചെല്ലുന്നത്. പക്ഷെ ഞങ്ങള് അവിടെ സീൻസ് 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റാതെ അത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നല്ലൊരു കഥാപാത്രമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ സിനിമ ചെയ്യുമ്പോൾ ഈ യോഗം കൂടെ വേണമല്ലോ, ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. അപ്പൊ അന്നത്തെ പിന്നെ കാവ്യയായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ കാവ്യക്ക് നേരത്തെ തൊട്ട് എനിക്കറിയാം, സ്കൂളിൽ തൊട്ടേ അറിയാം. അപ്പം എന്നാലും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇടയ്ക്ക് ഫുൾ വിളിക്കുമോ അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഒന്ന് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. എനിക്ക് 25th ആനുവൽ ഡേയുടെ സമയത്ത് എനിക്ക് നമ്പർ ഇല്ലാണ്ട് ഞാൻ കാവ്യാണ് വിളിക്കുന്നത് ആദ്യം. അപ്പൊ കാവ്യ വിളിച്ചു, കാവ്യ പറഞ്ഞു ദിലീപേട്ടൻ്റെ നമ്പർ തരാം, നേരിട്ട് തന്നെ വിളിച്ചു, അതിനെന്താ കുഴപ്പമില്ല, ഫ്രീ ആണെങ്കിൽ വരും. അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നു, ദിലീപേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. ദിലീപേട്ടൻ പറഞ്ഞു ഉറപ്പ്, കാരണം എൻ്റെ അപ്പൂപ്പനെയൊക്കെ ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്നു. കാരണം എൻ്റെ അപ്പൂപ്പൻ്റെ ഈ ബാലെ കാണാൻ പറയും, സൈക്കിളിൽ പോവായിരുന്നു പറയും പരിപാടി കാണാൻ. ഈ ബാലെ കാണാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും ആ സമയത്ത്. അപ്പൊ അപ്പൂപ്പനെ ഭയങ്കര ആരാധന ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൂപ്പന്റെ സ്ഥാപനത്തിന്റെ ഒരു 25 years ആനുവൽ ഡേക്ക് ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ട് അല്ലെ, എന്നെ മാത്രമല്ല അതിനകത്ത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം വന്നത്. അതെ, ഭയങ്കര സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ഈശ്വര വിശ്വാസം കൊണ്ട് തിരിച്ചു പിടിച്ച ജീവിതമാണ് ആണോ? തീർച്ചയായിട്ടും ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, മൂകാംബിക ദേവിയുടെ ഭക്തയാണ്. അപ്പൊ ആ ദൈവത്തിന്റെ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്.